ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ വൃന്ദാവനഖണ്ഡത്തിലെ അധ്യായം 3 ശ്രീ യമുനയുടെ ഗോലോകത്തിൽ നിന്നുള്ള ആ വരവും പുനഃപ്രവേശനവുമൊക്കെയാണ് ഈ അധ്യായത്തിൽ. അധികം ആരും കേൾക്കാത്ത കഥയാണ്. ഗർഗഭാഗവതം എപ്പോഴും പുതിയ അറിവുകൾ പറഞ്ഞ് തന്നുകൊണ്ടേയിരിക്കും. എത്ര പറഞ്ഞാലും മതിവരുമില്ല. എൻ്റെ ഒരവസ്ഥയാണ്. എന്തായാലും ആ രാധാകൃപാ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സമർപ്പണത്തിന് കഴിയുന്നത് എന്ന് വിചാരിക്കുന്നു. കുറച്ചധികം ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എല്ലാം ആ രാധാകൃഷ്ണന്മാരുടെ ഇച്ഛ. അപ്രതീക്ഷിതമായി വരുന്ന തടസ്സങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നിങ്ങൾ തരുന്ന ആ സ്നേഹം, ആ പ്രോത്സാഹനം, അതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും പറയാൻ എനിക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, ഇതൊക്കെ ആണ് എൻ്റെ ഊർജം. അതുപോലെ നിങ്ങൾ തരുന്ന ആ പ്രോത്സാഹനങ്ങളും. എന്തായാലും പറ്റുന്ന പോലെ ഗർഗസംഹിത പറഞ്ഞു തരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എത്ര ആൾക്കാരുണ്ട് എന്നല്ല, ഒരാളെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശവും അത് തന്നെയാണ്. അറിയുന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക, അത് ഭഗവാന്റെ കാര്യങ്ങളാവുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളതാണ് അല്ലേ. എല്ലാവരും എപ്പോഴും തരുന്ന ആ പ്രോത്സാഹനം ഇനിയും വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കുകയാണ്. സനന്ദൻ പറയുകയാണ്, ഗോലോകത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യമുനയോട് ഭൂമിയിലേക്ക് വരാൻ ആജ്ഞാപിച്ചു. അപ്പോൾ യമുന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയും വരാൻ തയ്യാറാവുകയും ചെയ്തു. ആ സമയത്ത് വിരജയും ബ്രഹ്മദ്രവത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഗംഗയും യമുനയിൽ അലിഞ്ഞു ചേർന്നു. അതിനാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ്റെ പട്ടറാണിയായിട്ട് യമുനയെ അറിവുള്ളവർ കരുതുന്നു. അപ്പോൾ നദികളിൽ ശ്രേഷ്ഠയായ കാളിന്തി വളരെ വേഗത്തിൽ വിരജയുടെ വേഗത്തെ അതിജീവിച്ചുകൊണ്ട് നികുഞ്ചദ്വാരത്തിലൂടെ പുറത്തിറങ്ങി വന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളെ സ്പർശിച്ച് ബ്രഹ്മദ്രവത്തിലേക്ക് ചെന്നു. ഗംഗയെയും ഭേദിച്ചുകൊണ്ട് ആ മഹാനദി കാളിന്തി വാമനദേവൻ്റെ ഇടതുകാലിൻ്റെ നഖം കൊണ്ടുണ്ടാക്കിയ ദ്വാരത്തിലൂടെ ഗംഗയോടൊപ്പം ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിക്കുകയും ധ്രുവമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അജിതദേവൻ്റെ ലോകം കഴിഞ്ഞ് ബ്രഹ്മലോകത്തിലൂടെയും അത് കഴിഞ്ഞ് മറ്റ് സ്വർഗലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് സുമേരു പർവ്വതത്തിനുമേൽ ശക്തിയായി വീഴുകയും ചെയ്തു. അതും കടന്ന് പല പല പർവ്വതങ്ങളെയും പിന്നിട്ട് സുമേരു പർവ്വതത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് എത്തിയപ്പോൾ യമുന ഗംഗയിൽ നിന്നും വേർപെട്ടു. അവിടെ വെച്ച് ഗംഗ ഹിമവൽ പർവ്വതത്തിൽ ചെന്ന് വീണു. എന്നാൽ കൃഷ്ണ ശ്യാമ സലിലയായ യമുന കളിന്ത ശിഖരത്തിലാണ് എത്തിയത്. ആ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ടതിനാൽ യമുനയുടെ പേര് കാളിന്തി എന്നായി തീർന്നു. കളിന്തഗിരിയുടെ ശിഖരങ്ങളിലൂടെ ഉണ്ടായ തിരമാലകൾ പൊട്ടിച്ചുകൊണ്ടും അനേകം സുദൃഢ തടങ്ങളെ തകർത്തുകൊണ്ടും ഭൂഖണ്ഡത്തിൽ വീണുരുണ്ടുകൊണ്ടും വേഗവതി കൃഷ്ണ കാളിന്തി അനേകം ദേശങ്ങളെ പവിത്രമാക്കിക്കൊണ്ട് ഖാണ്ഡവവനത്തിൽ, അതായത് ഇന്ദ്രപ്രസ്ഥത്തിനടുത്ത് വന്നെത്തി. യമുന സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം പതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി യമുന പരമദിവ്യ ദേഹധാരിയായി ഖാണ്ഡവവനത്തിൽ തപസ് ചെയ്യാൻ തുടങ്ങി. യമുനാദേവിയുടെ പിതാവായ വിവസ്വാൻ, അതായത് സൂര്യദേവൻ, വെള്ളത്തിനുള്ളിൽ തന്നെ ഒരു ദിവ്യഗൃഹം ഉണ്ടാക്കി കൊടുത്തിരുന്നു.
ഖാണ്ഡവവനത്തിൽ നിന്ന് സഞ്ചരിച്ച് കാളിന്തി വ്രജമണ്ഡലത്തിൽ വൃന്ദാവനത്തിൻ്റെയും മധുരയുടെയും അടുത്തെത്തി മഹാവനത്തിൻ്റെ അടുത്തുകൂടി പ്രവഹിച്ചു. ശ്രീ ഗോകുലത്തിൽ ചെന്നിട്ട് പരമസുന്ദരിയായ യമുന സ്വന്തം നേതൃത്വത്തിൽ കിശോരിമാരുടെ ഒരു യൂഥം ഉണ്ടാക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ വ്രജഭൂമിയുടെ വിയോഗത്താൽ പ്രേമാനന്ദത്താൽ കണ്ണീരൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് പശ്ചിമദിശയിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം വ്രജമണ്ഡലത്തിലെ ഭൂമിയെ 3 തവണ വേഗത്തിൽ പ്രണമിച്ച് അനേകം ദേശങ്ങളെ പവിത്രമാക്കിക്കൊണ്ട് യമുന ഉത്തമ തീർത്ഥമായ പ്രയാഗയിൽ ചെന്നെത്തി. അവിടെ ഗംഗയുമായി സംഗമിക്കുകയും ഗംഗയും യമുനയും കൂടി ക്ഷീരസാഗരത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ദേവന്മാർ അവർക്കുമേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ദിഗ്വിജയ സൂചകമായി ജയഘോഷം മുഴക്കുകയും ചെയ്തു. നദീശിരോമണിയും കളിന്ദനന്ദിനിയും കൃഷ്ണവർണ്ണയുമായ യമുന സമുദ്രം വരെ ചെന്ന് ഗദ്ഗദ ശബ്ദത്തിൽ ഗംഗയോട് പറഞ്ഞു: മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും പവിത്രമാക്കുന്ന ഗംഗേ, നീ വളരെയധികം ധന്യയാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൽ നിന്നാണ് നീ ഉദ്ഭവിച്ചത്. അതിനാൽ നീ മുഴുവൻ ലോകത്തിനും വന്ദനീയയാണ്. ശുഭേ, താനിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഗോലോകത്തിലേക്ക് പോവുകയാണ്. നിനക്കും ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ വരാം. നിൻ്റേതുപോലെ ഉള്ള ദിവ്യതീർത്ഥം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഗംഗേ, നീ സർവതീർത്ഥമയിയാണ്. അതിനാൽ സുമംഗലയായ ഗംഗേ, താൻ നിന്നെ പ്രണമിക്കുന്നു. താൻ എന്തെങ്കിലും അനുചിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണം. ഇത് കേട്ടപ്പോൾ ഗംഗ കൃഷ്ണനോട് പറയുകയാണ്: കൃഷ്ണേ, മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും പാവനമാക്കുന്നവൾ നീ ആയതിനാൽ നീ തന്നെയാണ് ധന്യ എന്ന്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടതുവശത്ത് നിന്നാണ് നിൻ്റെ ഉദ്ഭവം. നീ പരമാനന്ദ സ്വരൂപിണിയാണ്, പരിപൂർണതമയുമാണ്. മുഴുവൻ ലോകത്തിനും നീ വന്ദനീയാണ്. നീ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പട്ടറാണിയാണ്. അതിനാൽ കൃഷ്ണേ, നീ എല്ലാവിധത്തിലും ഉത്കൃഷ്ട തന്നെയാണ്. നിന്നെ താൻ നമസ്കരിക്കുന്നു. നീ മുഴുവൻ തീർത്ഥങ്ങൾക്കും ദേവതന്മാർക്കും ദുർലഭയാണ്. ഗോലോകത്തിലും നിൻ്റെ ദർശനം ദുഷ്കരമാണ്. താൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞയാൽ സർവമംഗളമായ പാതാളത്തിലേക്ക് പോവുകയാണ്. നിന്നെ പിരിയുന്നതിൽ തനിക്ക് വ്യസനമുണ്ടെങ്കിലും നിൻ്റെ കൂടെ വരാൻ താൻ അസമർത്ഥയാണ്. വ്രജത്തിലെ രാസമണ്ഡലത്തിൽ വെച്ച് താൻ നിൻ്റെ കൂടെ ഒന്നിച്ചു ചേരും. ഹരിപ്രിയെ, താനും നിന്നോട് അപ്രിയമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്കും മാപ്പ് തരണം എന്ന് ഗംഗാദേവിയും അപേക്ഷിച്ചു. സനന്ദൻ പറയാണ്: ഇപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണാമങ്ങൾ അർപ്പിച്ച് 2 നദികളും വേഗത്തിൽ അവരവർക്ക് പോകേണ്ട ഇടങ്ങളിലേക്ക് തിരിച്ചുപോയി. പവിത്രയായ ഗംഗ അനേകം ലോകങ്ങളെ പവിത്രമാക്കിക്കൊണ്ട് പാതാളത്തിലേക്ക് പോവുകയും അവിടെ ഭോഗവതി വനത്തിൽ ചെന്നിട്ട് ഭോഗവതി ഗംഗ എന്ന പേരിൽ പ്രശസ്തയാവുകയും ചെയ്തു. ഗംഗയുടെ ജലമാണ് ശിവനും ശേഷനാഗവും സ്വന്തം ശിരസിൽ ചാർത്തുന്നത്. കൃഷ്ണ സ്വന്തം വേഗത്താൽ സപ്തസാഗരമണ്ഡലങ്ങളെ ഭേദിച്ച് 7 ലോകങ്ങളിലും വീണുരുണ്ടുകൊണ്ട് അതിവേഗത്തിൽ മുമ്പോട്ടു പോയി. സ്വർണ്ണമയി ലോകത്ത് എത്തി ലോകാലോകപർവ്വതത്തിൽ ചെന്നു. അതിൻ്റെ ശിഖരത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം തട്ടി നീക്കി പർവ്വതശിഖരത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം സ്വർഗലോകത്ത് ചെല്ലുകയും അതുവഴി ബ്രഹ്മലോകത്തും തുടർന്ന് വാമനദേവൻ്റെ നഖം കൊണ്ട് നിർമ്മിതമായ ദ്വാരത്തിലൂടെ വൈകുണ്ഠലോകത്ത് പ്രവേശിക്കുകയും ചെയ്തു. ആ സമയത്ത് മുഴുവൻ ദേവന്മാരും യമുനയ്ക്ക് മേൽ പൂവുകൾ അർപ്പിച്ചു. തുടർന്ന് നദികളിൽ ശ്രേഷ്ഠയായ യമുന ശ്രീകൃഷ്ണധാമമായ ഗോലോക വൃന്ദാവനത്തിൽ ചെന്നെത്തി. കളിന്ദനന്ദിനിയായ യമുനയുടെ ഈ മംഗളമയമായ ചരിത്രത്തെ ഭൂമിയിൽ വെച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കും മംഗളം ഉണ്ടാകും എന്ന് ഗർഗഭാഗവതം പറഞ്ഞു തരുന്നു. ആരെങ്കിലും ഈ ചരിത്രം മനസ്സിലോർത്തുകൊണ്ട് നിത്യവും പഠിക്കുകയാണെങ്കിൽ അവർ ഭഗവാന്റെ നികുഞ്ചലീലകൾ നിറഞ്ഞ
പരമധാമമായ ഗോലോക വൃന്ദത്തിൽ ചെന്നെത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ആ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ജയ് ശ്രീ രാധേ 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 ശ്യാം.